മാത്രമല്ല ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഒക്കെ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. Now you might be wondering, സിനിമയുടെ പേരെന്താ ഞാൻ പറയാത്തത്? ഇപ്പോൾ ഒന്നും കൂടെ ഉറക്കെ പറയാണ്. സിനിമയുടെ പേര് ഇതിന്റെ ലോഞ്ച് അല്ല, ബിക്കോസ് മൂവി ഈസ് ഓൾറെഡി ലോഞ്ച്ഡ്. ഇതിന്റെ പ്രീ ലോഞ്ച് സെറമണി ആണോ? അല്ല. അല്ലെങ്കിൽ പ്രീ റിലീസ് സെറമണി ആണോ? അല്ല. മ്യൂസിക് ലോഞ്ച് ആണോ? അല്ല. സക്സസ് സെലിബ്രേഷൻ ആണോ? ആവാൻ വഴിയില്ലല്ലോ, സിനിമ റിലീസ് ആയിട്ടില്ല. ഇന്നിവിടെ നടക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യുന്ന ചടങ്ങാണ്. അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി മാത്രമേ പറയാവൂ എന്ന് ലാൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞോളൂ. സോ ഹാവിങ് സെഡ് ദാറ്റ്, നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മുടെ നടികർ തിലകം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടരുന്നതിന് മുൻപ് ഔപചാരികമായിട്ട് നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരു സിനിമയുടെ വിജയത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്തുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും സഹകരണ പ്രതീക്ഷയോടും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ മീഡിയ ഫ്രണ്ട്സിന്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റ്സ് ഉണ്ട്, അവർക്കും സ്വാഗതം. നമ്മുടെ ഈ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ഇവിടെയുണ്ട്, അവർക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഫ്രണ്ട് റോസിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ തിളങ്ങുകയാണ്, ആരെയൊക്കെ എങ്ങനെയൊക്കെ വെൽക്കം ചെയ്യണം എന്നാണ്. ഇഫ് ഐ കുഡ് സ്റ്റാർട്ട് ബൈ വെൽക്കമിങ് ആ ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഡേ, പ്രഭു സർ. സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് തമിഴ് ഒരു രക്ഷയില്ല. ആൻഡ് ഓഫ് കോഴ്സ് the captain of the ship, Jean Paul Lal, popularly known as Junior Lal. Junior മാത്രമല്ല, സീനിയർ തൊട്ട് പുറത്തിരിപ്പുണ്ട് ലാൽ സർ, സ്വാഗതം. And right next to him we have സുരേഷ് കൃഷ്ണ സർ. ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, അവരില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല എന്നുള്ളതുകൊണ്ട് we have Naveen Yerneni from Maitri Movie Makers, one of our production partners, and of course Alan Anthony and Anup Venugopal, Godspeed ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞോ? ഇല്ല. We have a super protagonist. Tovino is right here in front of me. This very handsome, this very talented Tovino is here. Saubin ചേട്ടാ സ്വാഗതം. സ്നേഹം മാത്രമേ പറയാനുള്ളൂ. And if I could also mention Mr. Albi, നമ്മളുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ സുബിൻ. മ്യൂസിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജാക്സൺ ആൻഡ് നേഹയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റ്യൂം ഇസ് ബീങ് brought to us by Ekta. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് RG വയനാട്. ആൻഡ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രതീഷ് രാജ്. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കുറേ നേരം സംസാരിക്കുന്നു. ഇനി സംസാരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. യെസ് യെസ് ഓക്കെ. ഇപ്പോൾ ലാൽ സാർ, ഇനി സാർ അവിടെ ഇരിക്കണ്ട, ഇനി സാർ ഇങ്ങോട്ട് വരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട പോലെ പറയേണ്ടതുമൊക്കെ സാറാണ്. അപ്പോൾ ജൂനിയറിനും സീനിയറിനും വേദിയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ദി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഡയറക്ടർ ജീൻ പോൾ. പുറകെ വരാമെന്ന് പറയുന്നു. നമസ്കാരം. സീനിയർ ഉള്ളപ്പോൾ ജൂനിയർ പറയണ്ട, അവിടെ ഇരിക്കട്ടെ. നമസ്കാരമുണ്ട്. നടികർ തിലകം തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി മേക്കേഴ്സും ഗോഡ്സ്പീഡ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടൊവിനോ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു, ഭാവന, പിന്നെ ഒരുപിടി 20-ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എൻ്റെ മകൻ ലാൽ ജോലിയർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടികർ തിലകം. അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര, TV, മാധ്യമങ്ങളിലെ, ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ, അങ്ങനെ സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം. അതിൻ്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു. ഒരു 2 മാസം മുമ്പ്, അന്ന് ജീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീറായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസറിന്റെ ആയിരുന്നു. പ്രൊഫസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന, ഇത്രയും എളിമയായി സംസാരിക്കുന്ന, ഇത്രയും ആതിഥേയ മര്യാദയുള്ള, എനിക്ക് തോന്നുന്നു സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണപ്രിയം കൂടിയാണ് അദ്ദേഹം. എന്നെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം. വീട്ടിൽ മാത്രമല്ല, സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ള, നന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്നെത്തിയത്.
ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, സാർ കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ആ പടത്തിന്റെ പേര് നടികർ തിലകം എന്നാണ്. ഞാൻ സാർ അത് എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അയ്യോ അപ്പ പിന്നെ കുറച്ചേരത്തേക്ക് പുള്ളി ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ എന്താ സാറേ സാർ പുള്ളി തപ്പി കളിക്കുന്നു. വീണ്ടും ചോദിച്ചപ്പോ വേറെ ഒന്നുമല്ല സാർ, എന്നെ ലാൻസാർ എന്നാണ് വിളിക്കുന്നത്. എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നടികർ തിലകം എന്ന് പറയുന്നത്. ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ പേരൊരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാരോ ആ പേരിടാൻ ശ്രമിച്ചതാണ്. അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി. ഇത് ലാൻസാറിന് ഞാൻ എങ്ങനെ പറയുന്നു, ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാണെന്ന് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരു ഇത് ആവശ്യമായിട്ടും അല്ല, ഒരു എന്താ പറയാ, എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേരൊന്ന് വ്യക്തി മാറ്റിയാൽ നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാലും ഒരു 7-8 മാസത്തോളമായിട്ട് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെയൊക്കെ സഹായത്തോടെ എല്ലാവരിലേക്കും നടികർ തിലകം എന്നൊരു പേര് എത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ സാർ, ഞാൻ അവര് കാശ്മീർ ഷൂട്ടിംഗ് പോയിരിക്കുകയാണ്, അവര് അടുത്ത ആഴ്ച വരും. ഞാൻ എപ്പോഴും അതിനൊരു കഴിയുന്നത് പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു കഴിഞ്ഞാൽ അതിനുശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറയുന്നൊരു റിക്വസ്റ്റ് ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ കരുതി ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണ്, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീനെ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ വേറൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല, പ്രൊഡക്ഷൻ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും. എങ്കിലും സംസാരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ടില്ല ജീനെ. ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ നജി പറഞ്ഞു, ഇപ്പൊ നമ്മുടെ പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചോളാം പുതിയ പേര് എന്തെങ്കിലും ആവട്ടെ. പ്രഭുസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം, അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരിക്കും. നമ്മുടെ പേര് മാറ്റുന്നു പപ്പ, അത് എന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണമെന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു. സാറ് നമ്മുടെ പേര് മാറ്റി സാറ്, കുഴപ്പമില്ല, എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കോളാം, കുഴപ്പമില്ല. ലാൽ സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട, നടികർ തിലകം ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും മതി, നടികർ തിലകം മൊത്തത്തിൽ മാറ്റണ്ട, അത് വെച്ചോളൂ. ഞാൻ പറഞ്ഞില്ല സാറേ, നമ്മളെന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ എന്റെ മനസ്സിലൊരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണർന്നു. ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ, ഒരു കാര്യം ഇതിലിറങ്ങുമ്പോ അതിനകത്തൊരു ലാഭം കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു സാർ ഒരു റിക്വസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചോട്ടെ. ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും, അതിനൊന്ന് സാർ വരാം. ഉടനെ സാർ പറഞ്ഞത് എന്തല്ല റിക്വസ്റ്റ്, ഇത് ഞാനും പറയേണ്ടതല്ലേ, എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ളത്. നല്ല സാർ ഇത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്, സാറ് വരണം. സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും, അതിന് വേറെ മൈലേജും ഉണ്ടാവും. തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, അന്ന് വന്നിട്ട് ഞാൻ ഈ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് സാറ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിനൊരു പുനർനാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. അപ്പൊ അതാണ് ചടങ്ങ്. അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 വാക്ക് പറയാൻ ടൊവിനോയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനും പ്രഭുസാറും, ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത്, എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ആ സമയത്ത്
ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണുന്ന ഒരാൾ, എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്ന, നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ സാറിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടികർ തിലകം എന്നുള്ള ടൈറ്റിൽ അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറുമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അത് ഒരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, അത് ശരിയല്ല ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. ഒപ്പം അദ്ദേഹം ഇവിടെ വരികയും നമ്മുടെ കൂടെ ഈ സമയത്തുണ്ടാവുകയും നമുക്ക് എല്ലാവിധ ആശീർവാദവും തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു. അപ്പോൾ പുതിയ പേര് ഇന്നിവിടെ വെച്ച് അനൗൺസ് ചെയ്യും. അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ സിനിമയും പതിവ് പോലെ തന്നെ ഒരു സൂപ്പർ മെഗാ ബമ്പർ ഹിറ്റ് ആവട്ടെ. ഇതിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ കൂടാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. 2024 പൊളിക്കും. റൈറ്റ്, ഇഫ് ഐ കുഡ് വെൽക്കം ദി പേഴ്സൺ സിറ്റിംഗ് റൈറ്റ് നെക്സ്റ്റ് ടു ഹിം. ഒരു ആങ്കർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ആങ്കേഴ്സ് പലരും ചില ടേംസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ അധികം സ്പേസ് ഉള്ള ഒരാള്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ. പക്ഷേ ഇത് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പഠിച്ചു വെച്ചത് പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു സ്പേസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ അത്രയും ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇഫ് ഐ കുഡ് വെൽക്കം ശ്രീ സാവൻ ഷാഹിർ ഓൺ ടു ദ സ്റ്റേജ് ടു സ്പീക്ക്. സാർ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പിന്നെ നടികർ തിലകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലോട്ട് ക്ഷണിച്ച ജീൻ, ലാൽ സാർ, എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രഭു സാറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിൻ്റെ. പണ്ട് കുറേ കരയിപ്പിച്ചിട്ടുണ്ട് സാറ് വീട്ടിലേക്ക്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും പടം. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. ഇത്രയും സംസാരിക്കലോ അധികം സംസാരിക്കലോ എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ട, ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ നമ്മുടെ ഒരു അജണ്ട പ്രകാരം സാർ നമുക്കറിയാലോ, അടുത്തത് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് അവരായിരുന്നു സംസാരിക്കേണ്ടത്. ബട്ട് റൈറ്റ് നൗ വി ഹാവ് എ ക്വിക്ക് പ്ലാൻ ചേഞ്ച് ആസ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു കം ഫോർവേഡ് ടു സ്പീക്ക്. സോ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഉറക്കെ മെൻഷൻ ചെയ്യാം. നമ്മളെ പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ്ലി മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ഒരുപാട് സിനിമകളുടെ ഒന്നും പേര് ഇവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമില്ല, ഒരൊറ്റ സിനിമ മതി. പുഷ്പ എന്ന മൂവി നമ്മൾക്ക് മുന്നിൽ എത്തിച്ചത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ആൻഡ് പുഷ്പ 2 ദ റൂൾ ഇസ് ഗെറ്റിംഗ് റെഡി ടു റിലീസ്. സോ ഗോഡ് സ്പീഡ്, ഓൾ ദി ബെസ്റ്റ്. അത് പറയുമ്പോൾ ഗോഡ് സ്പീഡ് എന്നുള്ള പേരും കൂടെ ഞാൻ പറഞ്ഞേ പറ്റൂ. നമ്മുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് അവരും. ആലൻ ആന്റണി ആൻഡ് അനൂപ് വേണുഗോപാൽ, അവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഓഡിയൻസ് ഞാൻ വിഷ് ചെയ്യാണ്. ഒരു സിനിമയിൽ നിർത്തേണ്ട, തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. മികച്ച സിനിമകൾ നിങ്ങളുടെ ഗോഡ് സ്പീഡിൽ നിന്നും ഉണ്ടാവട്ടെ. ഗോഡ് സ്പീഡ്. റൈറ്റ്, ഹാവിങ് സെഡ് ദാറ്റ്, ഇനി നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ആ ചടങ്ങിലേക്ക്, ആ ചീഫ് ഗസ്റ്റ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പ്രഭു സാർ ഇസ് ഹിയർ. അദ്ദേഹത്തിന് വളരെ വലിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. വി ലവ് ഹിം എ ലോട്ട്. അദ്ദേഹം വിളിച്ചു ഒരു കാര്യം ആവശ്യപ്പെട്ടു. രണ്ടിലൊന്നും ആലോചിക്കാതെ നമ്മൾ അതിനൊരു തീരുമാനമുണ്ടാക്കി. നമ്മൾ തിരിച്ച് അദ്ദേഹത്തോട് ഒന്ന് വരുമോ എന്ന് ആവശ്യപ്പെട്ടു. രണ്ടിലൊന്നും ആലോചിക്കാതെ അദ്ദേഹം ഇവിടെ എത്തി, കൃത്യസമയത്തെത്തി, ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇനി സാറിനെ അവിടെ ഇരുത്തുന്നില്ല, നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. ലെറ്റ് എവരിബഡി സീ യു ഫോർ one more time. If I could welcome the chief guest of today, none other than one of the prominent actors of the industry. We have Sri Prabhu. This is Diera. Namaste, sir. Killers in the jungle. Killers in the jungle. പ്രിയപ്പെട്ട മക്കളെ, നമസ്കാരം. I don't think I'll go for that paper.
very happy. I'm very, very happy to be here in Kerala. Because people in Kerala love my father so much. And today I'm standing here is only because of the love and affection you show for my father. Thank you so much. என் அச்சன் மேலே நீங்கள் எல்லாம் வந்து வச்சிருக்க பயங்கர லவ்வாய் இன்னைக்கு இந்த ஆசீர்வாதம் எனக்கு இங்கே I'm here. When my father was there, people used to talk about him. When my father wasn't there, people cried over him in Kerala. Wherever I went to some villages shooting. I did some Malayalam pictures with my brothers, Anna, Mamukka Anna, Namma Maapale, Mohanlal, Jairam sir, Dilip sir, எல்லாரும் கூட படங்கள் பண்ணியிருக்கேன். அவங்க கூடலாம் போகும்போதுலாம் அந்தந்த வில்லேஜில் சிவாஜி சாரை பார்த்துட்டு சிவாஜி சார் எப்படி இருக்கார், சிவாஜி சார் போயிட்டார், எங்களுக்கெல்லாம் ஆர்ட்டே போயிடுச்சு அப்படின்னு people cried about him. That's the time I know that people in Kerala were in awe of him. They loved him so much. And that love and affection, you are showing it here. Shobhi sir, Tovino, you surprised me with all your characters. You're a relentless, very good actor. You're a good actor too, sir. Lal sir, சொல்லவே வேண்டாம், பிரமாதமான ஆக்டர் லால் சார். ஜீன் வந்து என்னோட மகன் விக்ரம் பிரபு மாதிரி ஜீன். Gene, you did a hit movie earlier. You're going to keep doing hit movies. We are welcoming you to Tamil, and Mr. Maitreyi is welcoming you to Telugu. Please come. We need talented like you, talented people like you, and we need talented artists like you. Lal sir, meter only Malayalam meter, Tamil meter, Telugu meter, ella vaayittukar sir. Adu mari neenga ella varanum. You all have fantastic actors. யாத்ராமொழி ஃபாதர் ஆக்ட் பண்ணும்போது அப்போ திலகன் சார் ஒரு பக்கம், நெடுமுடி சார் ஒரு பக்கம், லால் சார் ஒரு பக்கம். டேய் என்னடா இப்படி ஆக்ட் பண்றாங்க எல்லாம். சிவாஜி சார் பிரமாதம் ஆக்ட் பண்றாங்க. What happened was Shivaji sir in between he did not act for about 5 or 6 years. So that time they had called him for this picture. So he went. Everyone wanted to act with Shivaji sir. Tilakan sir told me that. Mamma, Nedumudi Anna also told me. And Lal வந்து அப்பா father has done 19 films with Mr. Balaji. Suchi father கூட 19 films. So father calls Lal Maapala, hey Maapala ivada, like that. I also call him Maapala because Suchi is my sister. So like this continues, and of course Mamukka Anna, Dulquer and my son Vikram Prabhu are classmates, so we are close there also. Amma, Mrs. Lal, I'm so sorry I didn't come home. I'll come next time. Everyone is speaking about my food only, not about me. No, but that's how my father brought me up. My uncle, Mr. Shanmugam, was there, father's younger brother. He was School of Economics in London. He was the one who took care of my father. So they all brought us all up. Actors anywhere, technicians anywhere, people who come from media anywhere. First thing you ask them is, Saaptingla. That is enough. So that's how I was brought up. But I'm so happy that Gene is doing a good job. Maitreyi production, you got a very big production. You have my Maapala, Alan. He also is a Godspeed production. So all this together with wonderful actors like Tovino, Shobhi sir, Ipudi illa. Bhavana is also there, right? She's my artist, my Shivaji Productions artist. So I wish all of you wonderful, wonderful success. இது நடிகர் திலகம் அப்படின்னு வரும்போது someone told me, I didn't know about it. They said they have put as நடிகர் திலகம். நடிகர் திலகம் is very close to Shivaji சாரோட ஃபேன்ஸோட ஹார்ட், ரொம்ப க்ளோஸ். So what happened is they called me and they said, sir, நடிகர் திலகம் வச்சிருக்காங்க, can you please ask them to change or ask them to get something else? I said I will try. I simply called to Lal sir. Lal sir, படம் எது நடிகர் திலகம் எடுக்கிறாங்க சார், யார்? ஐயோ சார் என் பையன் சார், ஜீன் சார். I said sir, எல்லாம் இன்னைக்கு டுடே throughout the world Shivaji sir is known as நடிகர் திலகம். All those people who are very affectionate call him. So if you can, I will not force you. If you can, if my son Gene says okay,
you please try. And Govina, please tell Govina also. Because it will be close to their heart also. நடிகர்தலம் பேரில் வந்து அவங்க படம் பண்ணாங்கன்னா it is a very big thing for them. So when they're doing that, please, I request, can you do? Can I? So with all the great heart, with the understanding, these people all, what they did was, they've changed the name to Nadigar. I thank you all from the bottom of my heart, for my family, for the thousands of Shivaji Sir fans. நீங்க வந்து டைட்டில் வந்து நடிகர் திலகம், you all have made it as Nadigar. You're a great Nadigar, don't worry. All the best actors are there. And after all these movies, you're going to become a Nadigar Tilagam. So no problem. You're going to save Mr. Shivaji's name. So thank you so much for being so understanding, Mr. Lal. Jean, I know how it is today's youngsters. நான் 250 films பண்ணியிருக்கேன். 75 directors I have introduced. Okay? I'm very proud about that. Directors like you. P. Vasu sir, R. V. Udayakumar. So they have all, from an assistant director, I'll see them and I'll pick them out. The reason was, I was forced to do 19 films with my father that time. I wanted to get away from my father. Okay? Shivaji sir was a tree, banyan tree mari. I only could live my hand outside. I'm under a shade. I can't get his name, but I tried to save his name. I think I've done that much. Okay? So, this Nadigar Tilagam is very close to our heart. Please don't mistake us. People of Kerala also, please don't mistake us. We only requested. We did not force anyone. We requested. Requestல மாத்திருக்காங்க. நடிகர்னு பேரு. நடிகர் பெரிய ஹிட் ஆக போகுது. மைத்ரேயி sir is one of the big producers in Telugu. Very happy to see him. And of course, Alan, you're going to become big time. Soon you're going to take 10 commandments and a picture bigger than Bahubali. Okay? A picture bigger than Ponniyin Selvan. Thank you so much. It is wonderful to meet you all. First of all, Lal sir family ke namaskaram. Chechi, I will come one day. I did not come today. I'll come one day. And I would have parchanam. Okay? Thank you. Thank you so much, ladies and gentlemen. Thank you so much. Thank you the whole team of Nadigar Tilagam to have changed the name to Nadigar. Okay? From today, this film is Nadigar. Okay? Thank you so much for understanding us and understanding the thousands and millions of fans of Mr. Shivaji's, Nadigar Tilagam's fans. Yeah, their wishes. Thank you so much. Please. Thank you so much. So kind of you. Okay? Thank you. Your name? റിലീസ് കഴിഞ്ഞും ഒക്കെ ഉണ്ടാവുമെന്ന് ഒരുപാട് വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. ഇവിടെ വന്നു ചേർന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രഭു സാറിന് 1000 നന്ദി. താങ്ക് യു.